തൊഴിൽ തട്ടിപ്പിന് ഇരയായി റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ അകപ്പെട്ട് കൊല്ലപ്പെട്ട തൃശൂർ സ്വദേശി ബിനിലിന്റെ മരണം വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ നോർക്കയായിരിക്കും ഏകോപിപ്പിക്കുക. ഡ്രോൺ ആക്രമണത്തിലാണ് ബിനിൽ കൊല്ലപ്പെട്ടതെന്ന് പരിക്കേറ്റ് മോസ്കോയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ജയിൻ ഇന്ന് സുഹൃത്തുക്കളെ അറിയിച്ചു. റഷ്യൻ സൈന്യത്തിനൊപ്പം പ്രവർത്തിച്ചിരുന്ന തൃശൂർ കുട്ടനല്ലൂർ സ്വദേശി ബിനിൽ മരിച്ചുവെന്നും ഒപ്പം പ്രവർത്തിച്ചിരുന്ന ബന്ധു ജെയിൻ കുര്യൻ പരിക്കേറ്റ് മോസ്കോയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാളാണ് സാമൂഹിക മാധ്യമത്തിലൂടെ ഈ വിവരം സ്ഥിരീകരിച്ചത്. അതേസമയം കൂലിപ്പട്ടാളത്തിലകപ്പെട്ട ഇരുവർക്കും യുദ്ധമുഖത്ത് എന്ത് സംഭവിച്ചുവെന്ന് ജെയിൻ വിവരിക്കുന്ന സന്ദേശം പുറത്തുവന്നു. 5-ാം തീയതി രാത്രി ബിനിലിനെ ചിലർ കൂട്ടിക്കൊണ്ടുപോയി. 6-ാം തീയതി രാവിലെ യുദ്ധമുഖത്തേക്ക് തന്നെ കൊണ്ടുപോകുന്നതിനിടെയാണ് ബിനിലിന്റെ മൃതദേഹം കണ്ടതെന്ന് ജെയിൻ. ആ സമയം ഡ്രോൺ ആക്രമണം ശക്തമായി. അതിനിടെ ബിനിലിന്റെ ശരീരം മറച്ചിട്ട് പരിശോധിച്ചു. രക്തം തളം കെട്ടി മരവിച്ച നിലയിലായിരുന്നു മൃതദേഹം. ഡ്രോൺ ആക്രമണത്തിലാണ് ബിനിൽ കൊല്ലപ്പെട്ടതെന്നും സന്ദേശത്തിൽ സ്ഥിരീകരിക്കുന്നു. 24 തൃശൂർ.